അശ്വതി, രാഖി, ഗുഡ് മോർണിംഗ്. പ്രേക്ഷകർക്ക് നാഷൻ ഫസ്റ്റിലേക്ക് സ്വാഗതം. വലിയ ചൂടുള്ള അന്തരീക്ഷമാണ് ഡൽഹിയിൽ. രാജ്യതലസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ വാർത്തകളും ചൂടുള്ളതാണ്. ഒപ്പം തന്നെയാണ് ഇവിടെ താപനില ഉയരുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, വലിയ ഉഷ്ണം ആണ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രാദേശിക ഭരണകൂടവും ഡൽഹി സർക്കാരും മറ്റ് ഈ ചൂടിനെ അതിജീവിക്കുന്നതിനുള്ള നടപടികളിലേക്കൊക്കെ കടക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. വരുന്നത് വലിയ ഒരു ഉഷ്ണമാണ്, അതിനു വേണ്ട മുൻകരുതലുകളൊക്കെ എല്ലാവരും സ്വീകരിക്കണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് അത് പ്രധാനമന്ത്രി നൽകുകയും ചെയ്തിരുന്നു. അദ്ദേഹം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ മൻ കി ബാത്തിലൂടെ ഈ ഉഷ്ണത്തെ അതിജീവിക്കുന്നതിന് വേണ്ടിയുള്ള ചില പാനീയങ്ങൾ, പ്രത്യേകിച്ച് ജ്യൂസ്, സംഭാരം, മറ്റ് ചില പാനീയങ്ങൾ, ഇതിനെയൊക്കെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇത് ഓരോ സംസ്ഥാനത്തും അതിൻ്റേതായ സവിശേഷതയും സംസ്കാരവുമായും ഒക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയുകയും ചെയ്തു. ഇങ്ങനെ ഈ കൊടും ചൂടിനെ അതിജീവിക്കുന്നതിനുള്ള പല കാര്യങ്ങളും ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് രാജ്യതലസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്ന രേഖാ ഗുപ്ത നേതൃത്വം നൽകുന്ന സർക്കാർ ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കൂളിംഗ് പോയിന്റുകൾ സ്ഥാപിച്ചു. കാരണം ഈ ഒരു വലിയ ചൂടിൽ ജനങ്ങൾ വലയുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമുക്കറിയാം, ഈ പലയിടങ്ങളിലും ജനങ്ങൾക്ക് വേണ്ടിയുള്ള കുടിവെള്ള വിതരണവും മറ്റുമൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒക്കെ ഒരു തുടർച്ചയായി, കാരണം ഈ ഉഷ്ണത്തെ അതിജീവിക്കുന്നതിന് വേണ്ടി ജനങ്ങൾക്ക് സഹായകരമാകുന്ന നിരവധി പദ്ധതികളൊക്കെ സർക്കാരുകൾ ഈ ഒരു കൊടും ചൂടിൽ നടപ്പിലാക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ കൂളിംഗ് പോയിന്റുകൾ സ്ഥാപിക്കുന്നതിനുള്ള ഒരു തീരുമാനം ഡൽഹി സർക്കാർ എടുക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തത്. ഈ കൂളിംഗ് പോയിന്റുകളെ കുറിച്ചുള്ള ഒരു വാർത്ത കാണാം. വരും ദിവസങ്ങളിൽ ചൂട് കനക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള കൂളിംഗ് സോണുകൾ ആരംഭിച്ചത്. ഈ കൂളിംഗ് സോണിന്റെ പ്രത്യേകത എന്തെന്ന് നമുക്ക് നോക്കാം. എത്ര കനത്ത ചൂടിലും ഡൽഹിക്കാർ പൊതുവെ കുട ചൂടാറില്ല. എന്നാൽ ചൂട് കനത്തതോടെ വളരെയധികം ബുദ്ധിമുട്ടിലായ സാധാരണക്കാർക്ക് ആശ്വാസമാവുകയാണ് കൂളിംഗ് സോണുകൾ. വലിയ എയർ കൂളറുകൾ, ഫാനുകൾ, തണുത്ത വെള്ളം, ഇത്രയും സൗകര്യങ്ങളുണ്ട് ഒരു കൂളിംഗ് സോണിൽ. താൽക്കാലികമായി നിർമ്മിച്ച പന്തലുകളിലാണ് ഈ കൂളിംഗ് സോണുകൾ പ്രവർത്തിക്കുന്നത്. ഒരേ സമയം ഏകദേശം 100-ലധികം പേർക്ക് ഇരിക്കാൻ സൗകര്യത്തിനുള്ള ക്രമീകരണങ്ങളും നടത്തിയിട്ടുണ്ട്. ये कूलिंग जोन है, ये पब्लिक के बैठने के लिए बनाया गया ताकि जो लोग धूप में आते हैं, परेशान होते हैं, वो यहाँ पे आराम से बैठ सकें, पानी वानी पी सकें. तो इसमें यही फैसिलिटीज़ आपको दी जाएगी. उसके अलावा यहाँ पे ORS होता है जो पब्लिक को इलेक्ट्रोलाइट में, क्योंकि धूप गर्मी में काफ़ी नीड होती है इन सब चीज़ों की, तो ORS भी प्रोवाइड किया जाता है. और मतलब इसके अंदर गमछे और कैप भी बांटे जाते हैं. और मेडिकल वगैरह की किट भी होती है यहाँ पे. जैसे किसी को एमरजेंसी कुछ हुआ, जैसे किसी को हेडेक हो गया या फिर कुछ और एमरजेंसी होती है, तो हम फर्स्ट एड भी प्रोवाइड कर देते हैं. ഡൽഹിയിലുള്ളവർക്കും ഡൽഹി കാണാൻ വരുന്ന വിനോദസഞ്ചാരികൾക്കും വളരെയധികം ആശ്വാസമാവുകയാണ് ഈ കൂളിംഗ് സോണുകൾ. ഡൽഹിയുടെ പ്രധാന കേന്ദ്രങ്ങളിലും ഒട്ടുമിക്ക ഇടങ്ങളിലും കൂളിംഗ് സോണുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. BJP സർക്കാരിന്റെ ഈ ജനക്ഷേമ പ്രവർത്തനത്തിന് വളരെയധികം പിന്തുണയും ലഭിക്കുന്നുണ്ട്. मैं यहाँ पे घूमने के लिए आई थी, जामा मस्जिद मार्केट. काफ़ी गर्मी हो रही थी और बैठने के लिए कोई जगह नहीं थी. दिस इज़ अ गुड इनिशिएटिव टेकन बाय द गवर्नमेंट, और मैं प्रमोट करूँगी गवर्नमेंट को कि ऐसे ही और न्यू इनिशिएटिव लेकर आए. दिस इज़ अ गुड इनिशिएटिव और बहुत ही कंफर्टेबल है बैठने के लिए यहाँ पे, और हवा भी काफ़ी अच्छी आ रही है. ഡൽഹി ജലവകുപ്പിന്റെ വാഹനത്തിലാണ് കൂളിംഗ് സോണിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നത്. രാത്രികാലങ്ങളിൽ വെളിച്ചത്തിനായി ലൈറ്റുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. കുടുംബസമേതവും കുട്ടികൾക്കൊപ്പവും ഒട്ടനവധി പേർ ചൂടകറ്റുന്നതിനായി ഇവിടെ എത്തുന്നുണ്ട്. കേന്ദ്ര സർക്കാരും ഡൽഹി സർക്കാരും സംയുക്തമായി ചെയ്ത ഏറ്റവും നന്മ നിറഞ്ഞ ജനക്ഷേമ പദ്ധതിയാണിതെന്നും കുടിവെള്ളം സൗജന്യമായി നൽകുകയും ചെയ്യുന്നു. ഇവിടെ നൽകുന്ന ഇതേ വെള്ളം തന്നെയാണ് പുറത്ത് കടകളിൽ 30 രൂപയ്ക്കും 20 രൂപയ്ക്കും നൽകുന്നതെന്നാണ് ഡൽഹി സ്വദേശി വിവാവ് പറയുന്നത്. भारत सरकार में, स्पेशली BJP की सरकार में, हमारी मुख्यमंत्री, माननीय मुख्यमंत्री श्री रेखा गुप्ता जी ने कितना बढ़िया प्रबंध किया है. एक बार आप चारों तरफ देखेंगे कूलर लगाए हैं. मैं 21 साल का हो गया हूँ. 21 साल से पहले मैंने ऐसी व्यवस्था कभी कहीं नहीं देखी. आज आप सभी लोगों को पता है 45 डिग्री का तापमान कोई नॉर्मल तापमान नहीं होता, वो भी इतनी भयंकर गर्मी में, इतनी भीषण गर्मी में.
और ये जो हमारा एरिया है वो इतना ज़्यादा घनी आबादी वाला क्षेत्र है, तो ये एक बहुत अच्छी पहल है भारत सरकार की तरफ से। സംസ്ഥാനത്തിനുടനീളം കൂളിംഗ് സോണുകൾ സ്ഥാപിക്കുന്നതിനായി നിർദ്ദേശം നൽകിയതായി മുഖ്യമന്ത്രി രേഖ ഗുപ്ത അറിയിച്ചു. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആശ്വാസം നൽകുന്നതാണ് ഇത്തരത്തിലുള്ള കൂളിംഗ് സോണുകൾ. ക്യാമറ പേഴ്സൺ ഉണ്ണി കെ വയറിനൊപ്പം ദിലീപ് കുറ്റിച്ചൽ. അപ്പോൾ ഇങ്ങനെ രാഷ്ട്രീയ കാലാവസ്ഥയിലും ചൂടുയരുന്ന ചില കാഴ്ചകളൊക്കെയുണ്ട്. പശ്ചിമ ബംഗാളിൽ നമുക്കറിയാം അടുത്തിടെ വലിയ ചൂട് രാഷ്ട്രീയ രംഗത്തുയർന്ന ഒരു സംസ്ഥാനമായി പശ്ചിമ ബംഗാൾ മാറിയിരിക്കുകയാണ്. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് അവിടെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലിരുന്ന തൃണമൂൽ കോൺഗ്രസ് പുറത്താവുകയും BJP അധികാരം പിടിക്കുകയും സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരമേൽക്കുകയും ചെയ്തു. പിന്നാലെ വലിയ വാർത്തകളിൽ ഇടം നേടുന്ന വിധത്തിൽ സുവേന്ദു അധികാരി സർക്കാർ മുന്നോട്ട് പോവുകയായിരുന്നു. അവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം 5 BJP MLA-മാർ മാത്രമാണ് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തത്. എന്നാൽ ഈ മന്ത്രിമാരുടെ എണ്ണമൊന്നും അവിടെ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകുന്നതിന് സർക്കാരിനെ ബാധിച്ചിട്ടില്ല എന്നുള്ളത് ആ സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അത് നുഴഞ്ഞുകയറ്റക്കാരെ മടക്കി അയക്കുന്നതിലായാലും അവിടെ അഴിമതിക്കെതിരെയും കൈക്കൂലിക്കെതിരെയുള്ള പോരാട്ടത്തിലൊക്കെ ആയാലും സർക്കാർ മുന്നോട്ട് തന്നെയാണ് പോകുന്നത്. കാരണം ഏറ്റവും മികച്ച ഉദാഹരണങ്ങൾ തന്നെ ആ രീതിയിലുണ്ട്. പല ഗുണ്ടാ സംഘങ്ങളെയും അമർച്ച ചെയ്യുന്നു. തൃണമൂൽ കോൺഗ്രസ് നേതാക്കളടക്കമുള്ള അഴിമതിക്കാർ അഴുക്കുള്ളിലാകുന്നു. അങ്ങനെ കൃത്യമായിട്ടൊരു സർക്കാർ എന്തൊക്കെയാണ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത് അത്തരത്തിലുള്ള കാര്യങ്ങളുമായി തന്നെയാണ് ആ സർക്കാർ മുന്നോട്ട് പോകുന്നത്. കാരണം തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ BJP ചില വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് നൽകിയിരുന്നു. BJP ഏറ്റവും പ്രധാനമായിട്ടും ജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ജനതാ ദർബാറുകൾ അത് വിളിച്ചുകൂട്ടി മുഖ്യമന്ത്രിമാരെയും മറ്റു മന്ത്രിമാരും ഒക്കെ ഇത്തരത്തിൽ ജനങ്ങളുടെ പരാതി കേൾക്കുകയും ആ പരാതി പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്നുള്ള ഒരു വാഗ്ദാനം നൽകിയിരുന്നു. അത് സുവേന്ദു അധികാരി സർക്കാർ അധികാരത്തിലെത്തിയതിന് പിന്നാലെ തന്നെ ഈ ജനതാ ദർബാറുകൾ അത് തുടങ്ങുന്നതിനുള്ള നടപടി സ്വീകരിക്കുകയും മുഖ്യമന്ത്രി BJP ഓഫീസിലെ ജനതാ ദർബാറിൽ പങ്കെടുക്കുകയും ചെയ്തു. ഒപ്പം തന്നെയാണ് നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെയുള്ള കർശന നടപടികളും പശ്ചിമബംഗാൾ സർക്കാർ സ്വീകരിച്ചത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം മന്ത്രി ദിലീപ് ഘോഷ് നടത്തിയ ഒരു പ്രസ്താവനയാണ്. ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് ഈ നുഴഞ്ഞുകയറ്റക്കാർ ഉണ്ടെങ്കിലും അവരെയൊക്കെ പുറത്താക്കും എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. നമുക്കറിയാം ഈ പശ്ചിമ ബംഗാൾ ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന പല ഇടങ്ങളിലും ഈ നുഴഞ്ഞുകയറ്റക്കാർ മടങ്ങിപ്പോകുന്നതിനുള്ള വലിയ ഒരു ക്യൂ തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും BSFൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഇവരെ പിടിച്ച് തിരിച്ചയക്കുന്നതിനുള്ള നടപടികളും സ്വീകരിക്കുന്നുണ്ട്. ഒപ്പം തന്നെയാണ് സർക്കാർ സ്ഥാപിച്ച തടങ്കൽ പാളയങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള ഈ നുഴഞ്ഞുകയറ്റക്കാരെയും മറ്റും എത്തിക്കുന്നതിനുള്ള നടപടികളും സർക്കാർ സ്വീകരിക്കുന്നത്. എന്തായാലും അനധികൃതമായിട്ടുള്ള താമസിക്കുന്ന ഈ നുഴഞ്ഞുകയറ്റക്കാരെ അനധികൃത കുടിയേറ്റക്കാരെ ഒക്കെ പുറത്താക്കി തന്നെ മുന്നോട്ട് പോകും എന്നുള്ള ഒരു തീരുമാനം എടുത്തുകൊണ്ട് പശ്ചിമബംഗാൾ സർക്കാർ പ്രത്യേകിച്ച് സുവേന്ദു അധികാരി എന്ന് പറയുന്ന മുഖ്യമന്ത്രി കൃത്യമായിട്ട് ഈ വിഷയങ്ങളിലൊക്കെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുമ്പോൾ അവിടെ മന്ത്രിസഭാ വികസനവും ഇന്ന് നടക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് 35 പേരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മന്ത്രിസഭ വികസിപ്പിക്കും. അത് എന്തായാലും പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം പശ്ചിമ ബംഗാളിലെ നിലവിലുള്ള പ്രാദേശിക സന്തുലിതാവസ്ഥ ഒപ്പം തന്നെ മത സാമുദായിക പരിഗണന ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാവും മന്ത്രിസഭ വികസനം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ യുവാക്കൾ മന്ത്രിസഭയിൽ ഇടം നേടും എന്നുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ ആരൊക്കെയാകും മന്ത്രിമാർ എന്നതിൽ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയായിരിക്കും അന്തിമ തീരുമാനമെടുക്കുക. ഇതിനോടകം തന്നെ പലർക്കും മന്ത്രിസഭയിൽ ഇടമുണ്ടാകും എന്നുള്ള സന്ദേശം എത്തിയതായുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഗവർണർ RN രവി ഈ മന്ത്രിമാർക്കുള്ള സത്യവാചകം ചൊല്ലിക്കൊടുക്കും. നവന്ന ഈ BJP സർക്കാരിൻ്റെ വികസനത്തിൻ്റെ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിൻ്റെ വേദിയായി മാറുമ്പോൾ അത് പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ചെയ്യുന്ന വികസന ജനക്ഷേമ പദ്ധതികൾക്കുള്ള ഒരു വലിയ വേഗത ഇനി കൈവരിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് പല BJP നേതാക്കളും പങ്കുവയ്ക്കുന്നത്. കാരണം ഈ മന്ത്രിസഭാ വികസനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ BJP നേതാക്കളൊക്കെ പറയുന്നത് ജനങ്ങൾക്ക് നമ്മൾ ചില വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്, ആ വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതിനായിട്ടുള്ള മന്ത്രിസഭയാകും നിലവിൽ വരിക എന്നുള്ളതാണ് BJP നേതാക്കൾ പറയുന്നത്. കാരണം നേരത്തെ മുഖ്യമന്ത്രിക്കൊപ്പം
ഒപ്പം 5 പേരായിരുന്നു മന്ത്രിസഭയിൽ ഇടം പിടിച്ചതെങ്കിൽ ഇപ്പോൾ 35 പേരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മന്ത്രിസഭ വികസിപ്പിക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും പശ്ചിമ ബംഗാളിലെ ജനക്ഷേമ പദ്ധതികളുടെ ഗതിവേഗം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇങ്ങനെ കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുകളോടെ ആണ് പശ്ചിമ ബംഗാൾ സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള പ്രാദേശിക സന്തുലിതാവസ്ഥ പാലിക്കുന്നതിനുള്ള ശ്രമം തന്നെയാണ് മുഖ്യമന്ത്രി നടത്തുന്നത് എന്നുള്ളതാണ്. കാരണം പലപ്പോഴും നമുക്കറിയാം പശ്ചിമ ബംഗാളിൽ BJPക്ക് സ്വാധീനമുള്ള ചില മേഖലകൾ അവിടെയൊക്കെ വികസനം എത്താത്ത ഒരു സാഹചര്യമുണ്ടായിരുന്നു. അപ്പോൾ അത്തരം മേഖലകളിൽ നിന്നുള്ളവരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുക എന്നുള്ള ഒരു തീരുമാനം കൂടി മുഖ്യമന്ത്രി ഇതിൻ്റെ ഭാഗമായി എടുത്തിട്ടുണ്ട്. ഒപ്പം മറ്റ് ചില സമുദായങ്ങൾ, കാരണം പ്രീണന രാഷ്ട്രീയവും വോട്ട് ബാങ്കും ഒന്നും സുവേന്ദു അധികാരി നോക്കുന്നില്ല, പകരം എല്ലാവരെയും ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ള, എല്ലാവരുടെയും വികസനത്തിനായി എല്ലാവരെയും ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ള നയമാണ് സുവേന്ദു അധികാരി സ്വീകരിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള എല്ലാ സാമൂഹിക രാഷ്ട്രീയ ഒപ്പം തന്നെ പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ടാകും പുതിയ മന്ത്രിമാരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വരുന്നത് ജമ്മു കാശ്മീരിലെ പെഹൽഗാമിലുണ്ടായ ഭീകരാക്രമണം. നമുക്കറിയാം, ഒരു ജനവിഭാഗത്തിൻ്റെ, അതുമല്ലെങ്കിൽ ഒരു സ്ഥലത്തെത്തുന്ന ജനങ്ങളോട് അവരുടെ മതം ഏതാണെന്ന് നോക്കിയിട്ട് നടക്കുന്ന ഭീകരാക്രമണം പോലും ഈ ഭീകരരുടെ ഭാഗത്തു നിന്നുണ്ടായി. കാരണം അത്രമാത്രം മതഭ്രാന്ത് തലയ്ക്ക് പിടിച്ചുകൊണ്ടുള്ള ജിഹാദികൾ ഭീകരരായി മാറുന്നു, അവർ കൊടും ഭീകരവാദികളാകുന്ന കാഴ്ച അത് പലപ്പോഴും നമ്മൾ ജമ്മു കാശ്മീരിൻ്റെ പല ഭാഗത്തും കണ്ടിട്ടുണ്ട്. അവർക്ക് ശക്തമായ തിരിച്ചടി അത് ഓപ്പറേഷൻ സിന്ദൂർ ആയാലും മറ്റു രൂപങ്ങളിലായാലും ഒക്കെ ഭാരതം നൽകിയിട്ടുമുണ്ട്. എന്തായാലും ഇപ്പോൾ പെഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന ചില വിവരങ്ങൾ, അത് പ്രത്യേകിച്ചും NIA നടത്തുന്ന അന്വേഷണവും ഒപ്പം ജമ്മു കാശ്മീർ പോലീസും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന ചില വിവരങ്ങൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഭീകരവാദ രാഷ്ട്രത്തിൻ്റെ മുഖം മൂടി അഴിച്ചിടുന്നതാണ്. കാരണം പലപ്പോഴും അന്താരാഷ്ട്ര വേദികളിലൊക്കെ പാകിസ്ഥാൻ ഭീകരവാദ സംഘടനയാണ് എന്ന് ഇന്ത്യ പറയുമ്പോൾ എന്താണ് ഇതിൻ്റെ തെളിവ് എന്ന ഒരു ചോദ്യം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഉയർന്നിരുന്നു. അവർ അന്താരാഷ്ട്ര വേദികളിലും മറ്റും അവരല്ല ഈ ഭാരതത്തിൽ നടക്കുന്ന ഭീകരവാദ ആക്രമണങ്ങൾക്ക് പിന്നിൽ, അവർക്ക് ഭീകരവാദ സംഘടനകളുമായി യാതൊരു ബന്ധവുമില്ല എന്നൊക്കെയുള്ള നിലപാടുകൾ പലപ്പോഴും സ്വീകരിച്ചിരുന്നു. അവർ പലപ്പോഴും അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ നല്ല പിള്ള ചമയുന്നതിനുള്ള ചില സമീപനവും നിലപാടുകളും സ്വീകരിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അതൊക്കെ പുറത്താകുന്നു, അതല്ലെങ്കിൽ അവർ സ്വീകരിച്ച ആ നിലപാടുകളൊക്കെ പൊളിഞ്ഞു വീഴുന്ന ചില കാഴ്ചകൾ, അത്തരം കാഴ്ചകളും ഇപ്പോൾ ഉണ്ടാവുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ പെഹൽഗാമിൽ നടന്ന ഭീകര ആക്രമണത്തിലെ ഭീകരർ ഉപയോഗിച്ചിരുന്ന 2 ഫോണുകൾ, ആ ഫോണുകൾ അടങ്ങുന്ന കൺസൈൻമെൻ്റ് എത്തിയത് കറാച്ചിയിലാണ്. കറാച്ചിയിലെ ഒരു ബാങ്കാണ് അതിനുള്ള സാമ്പത്തിക സഹായം നൽകിയത്. ആ ഫോണുകൾ ഇറക്കുമതി ചെയ്യപ്പെട്ട് കറാച്ചിയിലേക്ക് എത്തുമ്പോൾ അതിനുള്ള സാമ്പത്തിക സഹായം നൽകിയത് കറാച്ചിയിലെ ഒരു പ്രമുഖ ബാങ്കാണ് എന്നുള്ള നിർണായക വിവരം NIA നടത്തിയ അന്വേഷണത്തിൽ കിട്ടിയിരിക്കുന്നു. ഈ ബാങ്ക് നേരത്തെ തന്നെ ഭീകരവാദ പ്രവർത്തനത്തിന് ഫണ്ടിങ് നൽകുന്നതിൻ്റെ പേരിൽ സംശയ നിഴലിൽ നിന്നതാണ്. ലഷ്കർ ഇ തോയ്ബയുമായും അൽ ഖ്വയ്ദയുമായും ഒക്കെ ബന്ധം ഉണ്ട് എന്നുള്ള ആരോപണം നേരത്തെയും ഇതേ ബാങ്കിനെതിരെ ഉയർന്നിരുന്നു. അതുകൊണ്ട് തന്നെയാണ് NIAയുടെ കണ്ടെത്തൽ ഏറെ നിർണായകമാകുന്നത്. കാരണം ഇനിയിപ്പോൾ ഇക്കാര്യത്തിൽ എന്തിന് ഈ ബാങ്ക് ഈ ഭീകരരിൽ നിന്ന് പിടിച്ചെടുത്ത ഫോൺ, ആ ഫോൺ 2 ഫോണുകൾ പിടിച്ചെടുത്തു. അതിൽ ഒന്ന് കൃത്യമായിട്ട് തന്നെ NIA പറയുന്നു ഈ ബാങ്ക് നൽകിയ സാമ്പത്തിക സഹായം കൊണ്ട് എത്തിയതാണ്. 2021-2023 വർഷങ്ങളിലായിട്ട് ഇത്തരത്തിലുള്ള ഫോണുകൾ ഇറക്കുമതി ചെയ്തിരുന്നു. എന്നാൽ ഭീകരാക്രമണം, പെഹൽഗാമിൽ ഭീകരാക്രമണം നടക്കുന്നതുവരെ ഈ ഫോണുകൾ ഉപയോഗിക്കാതിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ NIA ചൂണ്ടിക്കാട്ടുമ്പോൾ അതൊക്കെ പാകിസ്ഥാനെയും ഒപ്പം തന്നെ കറാച്ചിയിലെ ഈ പ്രമുഖ ബാങ്കിനെയും പ്രതിരോധത്തിലാക്കുകയാണ്. ഭീകരവാദികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നു എന്ന തലത്തിലേക്ക് പാകിസ്ഥാനിലെ ഒരു പ്രമുഖ ധനകാര്യ സ്ഥാപനം മാറുന്നു എന്നുള്ളത് ഏറെ ഗൗരവമുള്ള വിഷയമാണ്. കാരണം കൃത്യമായിട്ട് ഭീകരവാദത്തിൻ്റെ ഫണ്ടിങ് പോകുന്നത് കറാച്ചിയിൽ നിന്നാണ്, അതുമല്ലെങ്കിൽ കറാച്ചിയിലെ ഒരു ധനകാര്യ സ്ഥാപനത്തിൽ നിന്നാണ്. അത് എന്തായാലും പാകിസ്ഥാന് നിലവിൽ നിഷേധിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള കൃത്യമായ തെളിവുകൾ തന്നെയാണ് ഇപ്പോൾ NIAയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. NIAയും ജമ്മു കാശ്മീർ പോലീസും ഈ പെഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തുകയാണ്. ഇതിലൊക്കെ പുറത്തു വരുന്ന വിവരങ്ങൾ, നേരത്തെ തന്നെ ഈ ഭീകരർക്ക് പാകിസ്ഥാനിലടക്കം പരിശീലനം നൽകിയിരുന്നു, അവർക്ക് ലഷ്കറുമായിട്ടും ഹിസ്ബുളുമായിട്ടും ഒക്കെ ബന്ധം ഉണ്ടായിരുന്നു, പിന്നീട് അവർ മറ്റ് ഭീകരവാദ സംഘടനകളിലേക്ക് പോയവരാണ് എന്നതടക്കമുള്ള വിവരങ്ങളൊക്കെ വന്നപ്പോൾ ഇതിനെ ഒക്കെ തള്ളിക്കളയുന്ന ഒരു സമീപനമാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. അവർ പാക് അധിനിവേശ ജമ്മു കാശ്മീരിൽ ഭീകരവാദ ക്യാമ്പുകൾ നടത്തുമ്പോൾ പോലും ഇത്തരം ക്യാമ്പുകളുമായിട്ട് തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല
ബന്ധവുമില്ല എന്നുള്ള ഒരു സമീപനം സ്വീകരിച്ചിരുന്നു. ഹാഫിസ് സയ്യിദ് അടക്കമുള്ള ഭീകരർക്ക് അവർ പലപ്പോഴും സംരക്ഷണ കവചമൊരുക്കുന്ന സമീപനവും സ്വീകരിച്ചിരുന്നു. ഇങ്ങനെ പാകിസ്ഥാൻ അന്താരാഷ്ട്ര വേദികളിൽ നല്ല പിള്ള ചമയുന്ന നിലപാടുകൾ പലപ്പോഴും കൈക്കൊണ്ടിരുന്നു. അതൊക്കെ ഇപ്പോൾ പൊളിഞ്ഞു വീഴുകയാണ്. കാരണം ഭീകരവാദത്തിനുള്ള ഫണ്ടിങ് എന്ന് പറയുന്നത് കറാച്ചിയിലെ പ്രമുഖ ബാങ്ക് എന്ന് വ്യക്തമാക്കുന്ന നിർണായക തെളിവാണ് NIA നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. NIA സംബന്ധിച്ചിടത്തോളം ഈ അന്വേഷണം എന്ന് പറയുന്നത് ഈ വിവരങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നിർണായക ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. കാരണം പലപ്പോഴും അവർ പല കേസുകളിലും അന്വേഷണം നടത്തുകയും കൃത്യമായ തെളിവ് കണ്ടെത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ ഇത്തരത്തിലുള്ള തെളിവുകളെയൊന്നും ഗൗനിക്കാതെ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ തങ്ങൾക്ക് ഭീകരവാദികളുമായി യാതൊരു ബന്ധവുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് പല ഭീകരവാദികൾക്കും ഇസ്ലാമാബാദിലും കറാച്ചിയിലും അടക്കം അഭയം നൽകുന്ന ഒരു സമീപനം അവർ സ്വീകരിച്ചിരുന്നു. അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഭീകരവാദത്തെ സംരക്ഷിക്കുന്ന ഒരു രാഷ്ട്രമാണ് എന്നുള്ളതിന് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വന്നിരിക്കുന്ന ഈ പെഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് NIA നടത്തിയ അന്വേഷണത്തിലെ വിവരങ്ങൾ കൂടി പാകിസ്ഥാൻ്റെ മുഖം പിച്ചി ചീന്തുന്ന വിധത്തിലേക്കുള്ള തെളിവായി മാറിയിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ അയൽക്കാരൻ അത്ര നല്ല പിള്ള അല്ല എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമായിരിക്കുകയാണ്. NIA സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിച്ചിരിക്കുന്ന ഈ നിർണായക തെളിവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം അവർ തുടരുക തന്നെ ചെയ്യും. കാരണം 3 ഭീകരരെ ഏറ്റുമുട്ടലിൽ വധിക്കുന്നു. ആ ഭീകരരിൽ നിന്നാണ് ഈ ഫോണുകൾ പിടികൂടുന്നത്. ആ ഫോണുകൾ കേന്ദ്രീകരിച്ച് അതുമായി ബന്ധപ്പെട്ട് സാങ്കേതികമായ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ ഫോണുകൾ കറാച്ചിയിലേക്ക് ഇറക്കുമതി ചെയ്തതാണെന്നും അതിനുവേണ്ടിയുള്ള സാമ്പത്തിക സഹായം നൽകിയത് കറാച്ചിയിലെ തന്നെ ഒരു പ്രമുഖ ബാങ്കാണെന്നും ഒക്കെ വ്യക്തമാകുന്നതും പിന്നീട് ആ ബാങ്കിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ അവർക്ക് നേരത്തെയും ഭീകരവാദ സംഘടനകളുമായിട്ടും ഇത്തരത്തിലുള്ള ഭീകരവാദ സംഘടനകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതുമായി ഉള്ള ഇടപാടുകൾ നേരത്തെ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാകുകയും ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവുമായി NIAയും ജമ്മു കാശ്മീർ പോലീസും മുന്നോട്ട് പോകുമ്പോൾ അത് പാകിസ്ഥാൻ എന്ന ഭീകര രാഷ്ട്രത്തെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണ്. പെഹൽഗാമിൽ വീണ കണ്ണുനീരിന്, പെഹൽഗാമിൽ വീണ ചോരയ്ക്ക് ഒരേ ഒരു ഉത്തരവാദിയാണുള്ളത്. ആ ഉത്തരവാദി ജിഹാദി ഭീകരവാദത്തിൻ്റെ വിളനിലമായ പാകിസ്ഥാൻ തന്നെയാണ്. അവർ തന്നെയാണ് ഈ ഭീകരവാദികളെ പാലൂട്ടി വളർത്തുന്നത്. ഈ ഭീകരവാദികൾക്ക് എല്ലാ ഒത്താശയും ചെയ്യുന്നത്. ഈ ഭീകരവാദികൾക്ക് സാമ്പത്തിക സഹായവും പാകിസ്ഥാൻ തന്നെയാണ് നൽകുന്നത്. പരിശീലനവും നൽകുന്നത് പാകിസ്ഥാൻ തന്നെയാണ് എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഭാരതം വ്യക്തമാക്കിയത് അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിനെതിരെ ശക്തമായ നിലപാട് അത് ഭാരതം സ്വീകരിക്കും. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള ഭീകരവാദത്തിന് കൃത്യമായ മറുപടി നൽകുകയും ചെയ്യുമെന്ന് നേരത്തെ തന്നെ ഭാരതം വ്യക്തമാക്കിയത്. എന്തായാലും NIA നടത്തിയ അന്വേഷണത്തിൽ പുറത്തു വരുന്ന ഈ വിവരങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ഭാരതം വയ്ക്കും. പാകിസ്ഥാൻ്റെ മുഖം പിച്ചി ചീന്തും എന്ന് വ്യക്തമാണ്. അത്തരത്തിൽ ഒരു അയൽ രാജ്യം ഭീകരവാദത്തെ സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ രാഷ്ട്രത്തിനെതിരെ പലപ്പോഴും ഭീകരവാദികളെ ആയുധമാക്കുന്ന സമീപനം സ്വീകരിക്കുമ്പോൾ മറ്റൊരു അയൽ രാജ്യമായ നേപ്പാളിൽ നിന്നുള്ള ചില വാർത്തകളും നമ്മൾ അറിയണം. അവിടെ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ പാർലമെൻറ്റിൽ നടത്തിയ ഒരു പ്രസ്താവനയാണ് ഭാരതത്തിൻ്റെ ഭൂമി നമ്മൾ കയ്യേറി എന്നുള്ളത്. കാരണം നേരത്തെ തന്നെ നമുക്കറിയാം ഭാരതവും നേപ്പാളും തമ്മിൽ ചില മേഖലകളിൽ അതിർത്തി തർക്കമൊക്കെ നിലനിന്നിരുന്നു. കേവലം അതിർത്തി തർക്കമായി മാത്രം ഇതിനെ കാണാനാവില്ല. കാരണം പലപ്പോഴും നേപ്പാളിൻ്റെ ഭാഗത്ത് നിന്ന് ഭാരതത്തിൻ്റെ ഭൂമി കയ്യേറുന്നു എന്നുള്ള ചില നടപടികൾ അവർ സ്വീകരിച്ചിരുന്നു. ഇത്തരം കയ്യേറ്റങ്ങളെയൊക്കെ അവർ കണ്ടില്ലെന്ന് നടിക്കുന്ന സമീപനം സ്വീകരിച്ചിരുന്നു. കാരണം പലപ്പോഴും ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നും ഈ നമ്മുടെ ഭൂമി സംരക്ഷിക്കുന്നതിനുള്ള കൃത്യമായ ഇടപെടലുകളും നടപടികളുമൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. പലപ്പോഴും നേപ്പാൾ വഴി മറ്റ് ചില ഭീകരർ അടക്കമുള്ളവർ ഭാരതത്തിലേക്ക് എത്തുന്നതിന് ഇത്തരത്തിലുള്ള ഈ അതിർത്തികൾ മറ്റും ഉപയോഗിച്ചിരുന്നു എന്നുള്ള വിവരങ്ങളും പലപ്പോഴും അന്വേഷണ ഏജൻസികൾ പുറത്തുവിട്ടിരുന്നു. എന്തായാലും ഭാരതവും നേപ്പാളും തമ്മിലുള്ള ഈ അതിർത്തി തർക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് നേപ്പാൾ പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്ന ഈ ഒരു പ്രസ്താവന ഏറെ ഗൗരവമുള്ളതായി മാറുന്നത്. കാരണം പാർലമെൻറ്റിൽ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നടത്തുന്ന പ്രസ്താവന അത്രമാത്രം ഗൗരവമുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ബാലേന്ദ്ര ഷാ നേപ്പാൾ പാർലമെൻറ്റിൽ നടത്തിയ ഈ പ്രസ്താവനയുടെ ഗൗരവവും വർദ്ധിപ്പിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു പാർലമെൻറ്റ് അംഗത്തിൻ്റെ ചോദ്യത്തിനുള്ള മറുപടിയായാണ് ബാലേന്ദ്ര ഷാ ഭാരതത്തിൻ്റെ ഭൂമി നേപ്പാൾ കയ്യേറിയിട്ടുണ്ട് എന്നുള്ള കാര്യം പ്രസ്താവനയായി
പറയുന്നത്. അതുമല്ലെങ്കിൽ അദ്ദേഹം നേപ്പാൾ ചെയ്ത ഒരു കാര്യം തുറന്ന് സമ്മതിക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ. കാരണം നേപ്പാൾ ഭാരതത്തിൻ്റെ ഭൂമി കയ്യേറി എന്ന് നേപ്പാളിൻ്റെ പ്രധാനമന്ത്രി പറയുമ്പോൾ അത് ഒരു കുറ്റസമ്മതമാണ്. ഒരു അയൽരാജ്യത്തിൻ്റെ ഭൂമി കയ്യേറുക എന്നൊക്കെ പറയുമ്പോൾ അത് എത്രമാത്രം ഗൗരവമുള്ള വിഷയമാണ് എന്ന് നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷായ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റിൽ നടത്തിയ ഈ ഒരു പ്രസ്താവന ഏറെ ഗൗരവമുള്ളതായി മാറുന്നത്. പ്രത്യേകിച്ച് ഭാരതവും നേപ്പാളും തമ്മിൽ സാംസ്കാരികപരമായിട്ടുള്ള ബന്ധം, ഒപ്പം തന്നെ കാലങ്ങളായിട്ടുള്ള ഏറ്റവും മികച്ച അയൽക്കാരൻ, ഈ രീതിയിലൊക്കെ പോകുമ്പോഴും പലപ്പോഴും നമുക്കറിയാം നേപ്പാളും ഭാരതവുമായി അതിർത്തി സംബന്ധിച്ചുള്ള ചില തർക്കങ്ങളും വാഗ്വാദവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും നേപ്പാൾ ഭാരതത്തിൻ്റെ ചില ഭൂപ്രദേശം അവരുടേതാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഭൂപടം പുറത്തിറക്കുമ്പോൾ അതിൽ ഭാരതത്തിൻ്റെ ഭൂപ്രദേശം, അതുമല്ലെങ്കിൽ നേപ്പാൾ അതിർത്തിയുമായി ചേർന്ന് കിടക്കുന്ന ഭാരതത്തിൻ്റെ ചില ഭൂപ്രദേശങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർ ഭൂപടം പുറത്തിറക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചിരുന്നു. എന്നാൽ ഇതൊക്കെ തള്ളിക്കളയുന്ന സമീപനമാണ് പലപ്പോഴും ഭാരതത്തിൻ്റെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. നേപ്പാളിൽ പലപ്പോഴും ഇരുന്ന ഭരണകൂടങ്ങളെ പാവ ഭരണകൂടങ്ങളാക്കി ഭാരതത്തിനെതിരെ തിരിച്ചുവിടുന്നതിനുള്ള നീക്കം അത് ചൈനയുടെ ഭാഗത്തു നിന്ന് നടന്നിരുന്നു. അപ്പോൾ ഈ രീതിയിലൊക്കെയുള്ള ഒരു പശ്ചാത്തലം കൂടിയുണ്ട് നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ നേപ്പാൾ പാർലമെൻറ്റിൽ നടത്തിയ ഈ ഒരു പ്രസ്താവനയ്ക്ക്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രസ്താവനയെ ഗൗരവമായി കണ്ടുകൊണ്ട് നേപ്പാളി കോൺഗ്രസും നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും വലിയ എതിർപ്പുമായി രംഗത്ത് വരികയും ചെയ്തത്. ഇരു പാർട്ടികളും പ്രധാനമന്ത്രിയുടെ ഈ പ്രസ്താവനയ്ക്കെതിരെ രംഗത്ത് വന്നു. കാരണം അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഒരു പ്രധാനമന്ത്രി ഇത്തരത്തിൽ പറയുമ്പോൾ, അതും പാർലമെൻറ്റിനുള്ളിൽ പറയുമ്പോൾ, അത് ചരിത്രത്തിൽ രേഖയായി മാറുന്നു എന്നുള്ളതാണ്. ഭാരതത്തിൻ്റെ ഭൂമി കയ്യേറി നേപ്പാൾ എന്ന് പറയുന്നത് ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുകയാണെങ്കിൽ കയ്യേറ്റക്കാരനോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് ഭാരതത്തിനറിയാം എന്നതും ഈ പറയുന്ന നേപ്പാൾ പ്രധാനമന്ത്രി ഓർക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് നേപ്പാളി കോൺഗ്രസ് പാർട്ടിയും നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമൊക്കെ ഈ വിഷയത്തിൽ പ്രധാനമന്ത്രിക്കെതിരെ രംഗത്ത് വരികയും പ്രധാനമന്ത്രി നടത്തിയ പ്രസ്താവന പാർലമെൻറ്റിലെ സഭാരേഖകളിൽ നിന്ന് നീക്കണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്. മാത്രമല്ല, എന്തടിസ്ഥാനത്തിലാണ് നേപ്പാൾ പ്രധാനമന്ത്രി നേപ്പാൾ ഭാരതത്തിൻ്റെ ഭൂമി കയ്യേറി എന്ന് പറഞ്ഞത് എന്നുള്ള ഒരു ചോദ്യവും ഇത്തരത്തിൽ ഈ പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്ത് നിന്ന് ഉയരുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നേപ്പാൾ പ്രധാനമന്ത്രി തന്നെ നേപ്പാൾ ഭാരതത്തിൻ്റെ ഭൂമി കയ്യേറിയ കാര്യം പാർലമെൻറ്റിനുള്ളിൽ പറയുമ്പോൾ അതൊരു കുറ്റസമ്മതം കൂടിയാണ്. കാരണം ഭാരതത്തിൻ്റെ ഭൂമി നേപ്പാൾ കയ്യേറി എന്നുള്ളത് നേപ്പാളിൻ്റെ തന്നെ പ്രധാനമന്ത്രി അവരുടെ പാർലമെൻറ്റിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇക്കാര്യത്തിൽ എന്തായാലും ഏറെ വൈകാതെ തന്നെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഭൂമി കയ്യേറ്റം നേപ്പാൾ തന്നെ തുറന്ന് സമ്മതിക്കുന്ന സ്ഥിതിക്ക് ഇതിൽ അടിയന്തരമായിട്ടുള്ള ഒരു ഇടപെടൽ അത് ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് തന്നെ നേരത്തെ തന്നെ ഈ ഭാരത നേപ്പാൾ അതിർത്തിയിൽ നിലനിൽക്കുന്ന ചില വിഷയങ്ങൾ, ചില തർക്കങ്ങൾ, അതിലൊക്കെ കൃത്യമായിട്ടുള്ള നിലപാട് ഭാരതം സ്വീകരിച്ചിരുന്നു. എന്തായാലും നിലവിൽ ഇപ്പോൾ നേപ്പാൾ പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ നടത്തിയിരിക്കുന്ന ഈ ഒരു പ്രസ്താവന എന്ന് പറയുന്നത് വലിയ ഒരു വിവാദത്തിന് വഴിവെച്ചിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുള്ളത് കർണാടകയിൽ നിന്നാണ്. കർണാടകയിൽ ജൂൺ 3-ന് DK ശിവകുമാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു. എന്നാൽ അവിടുത്തെ മന്ത്രിസഭ സംബന്ധിച്ചുള്ള ഒരു തീരുമാനത്തിലെത്താൻ കോൺഗ്രസ് പാർട്ടിക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് നിയുക്ത മുഖ്യമന്ത്രി DK ശിവകുമാറും മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഡൽഹിയിലെത്തി ഹൈക്കമാൻഡുമായി ചർച്ച നടത്തുവാനുള്ള തീരുമാനമെടുത്തത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കൂടുതൽ മന്ത്രിമാരെ വേണമെന്ന് ഇരു നേതാക്കളും അല്ലെങ്കിൽ ഇരുപക്ഷവും ആവശ്യപ്പെടുന്നതാണ് ഈ ചർച്ചകൾ നീണ്ടുപോകുന്നതിനും ഹൈക്കമാൻഡിനെ കാണാൻ ഇരു നേതാക്കളും എത്തുന്നതിനും കാരണമായത്. അതെന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചൊരു തലവേദനയാണ്. അവർ അത്തരത്തിലുള്ള തലവേദനകൾ പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് റിലയൻസ് എന്ന് പറയുന്നത് രാജ്യത്തെ തന്നെ പ്രധാനപ്പെട്ട ഒരു ബിസിനസ് ഗ്രൂപ്പാണ്. അവർ ഈ രാജ്യത്തിന് വേണ്ടി, അതുമല്ലെങ്കിൽ പൊതുസമൂഹത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത്തരം ചില കാര്യങ്ങൾ ഒരു ബിസിനസ് സ്ഥാപനം ചെയ്യുമ്പോൾ അത് മാതൃകാപരമാണ്. അതേക്കുറിച്ചുള്ള വാർത്ത കാണാം.
ഇന്ത്യൻ കോർപ്പറേറ്റ് ചരിത്രത്തിൽ മറ്റൊരു കമ്പനിക്കും അവകാശപ്പെടാനാകാത്ത സാമ്പത്തിക സംഭാവനയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം റിലയൻസ് ഇൻഡസ്ട്രീസ് രാജ്യത്തിന് നൽകിയിരിക്കുന്നത്. വിവിധ നികുതികളും കസ്റ്റംസ് ഡ്യൂട്ടികളും ഉൾപ്പെടെ 2,16,472 കോടി രൂപയാണ് റിലയൻസ് കേന്ദ്ര സംസ്ഥാന ഖജനാവുകളിലേക്ക് എത്തിച്ചത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ കമ്പനി നൽകിയ ആകെ സംഭാവന 15 ലക്ഷം കോടി രൂപ കടന്നു. പരമ്പരാഗത എണ്ണ പെട്രോകെമിക്കൽ ബിസിനസ്സുകളിൽ നിന്ന് ലോകത്തെ തന്നെ ഏറ്റവും വലിയ പുനരുപയോഗ ഊർജ്ജ ഹബ്ബായി മാറാനുള്ള വലിയൊരു മാറ്റത്തിലാണ് റിലയൻസ്. ജാംനഗറിലെ വമ്പൻ ഗ്രീൻ എനർജി കോംപ്ലക്സിൽ അത്യാധുനിക ബാറ്ററി നിർമ്മാണശാല നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിലാണ്. 2026 രണ്ടാം പകുതിയോടെ ഇവിടെ ലിഥിയം അയൺ ഫോസ്ഫേറ്റ് അധിഷ്ഠിത ബാറ്ററികളുടെ വാണിജ്യ ഉൽപ്പാദനം ആരംഭിക്കും. തുടക്കത്തിൽ 40 ജിഗാവാട്ട് ശേഷിയുള്ള പ്ലാന്റ് പിന്നീട് 100 ജിഗാവാട്ടിലേക്ക് ഉയർത്തും. ആഗോള വിപണി ലക്ഷ്യമിട്ട് 2032ഓടെ പ്രതിവർഷം 3 മില്യൺ മെട്രിക് ടൺ ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുകയാണ് റിലയൻസിന്റെ ലക്ഷ്യം. ഇതിനായി ദക്ഷിണ കൊറിയൻ കമ്പനിയായ സാംസങ്ങുമായി 15 വർഷത്തെ വൻകിട ഗ്രീൻ അമോണിയ കരാറിലും റിലയൻസ് ഒപ്പുവെച്ചു കഴിഞ്ഞു. ഇതിനു പുറമെ ആന്ധ്രാപ്രദേശിൽ 6 ജിഗാവാട്ടിന്റെ സോളാർ പ്രോജക്റ്റും ഗുജറാത്തിലെ കച്ചിലുള്ള 5.5 ലക്ഷം ഏക്കർ പുനരുപയോഗ ഊർജ്ജ പാർക്കിൽ 2027ഓടെ ഉൽപ്പാദനവും ആരംഭിക്കും. കൽക്കരിയും എണ്ണയും ഉപേക്ഷിച്ച് രാജ്യം പൂർണ്ണമായും ഹരിതാഭമായ ഊർജത്തിലേക്ക് മാറുന്നതിൽ റിലയൻസിന്റെ ഈ പദ്ധതികൾ നിർണായക പങ്ക് വഹിക്കും. എന്നാൽ കേവലം ലാഭം മാത്രം ലക്ഷ്യമിടുന്ന കോർപ്പറേറ്റ് ശൈലിയല്ല റിലയൻസിൻ്റേത്. ബിസിനസ് നേട്ടങ്ങൾക്കൊപ്പം സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളെ ചേർത്ത് പിടിക്കുന്ന നന്മ നിറഞ്ഞ നിരവധി പ്രവർത്തനങ്ങളാണ് റിലയൻസ് ഫൗണ്ടേഷൻ രാജ്യത്തുടനീളം നടത്തുന്നത്. കോവിഡിന് ശേഷമുള്ള കാലയളവിൽ മാത്രം റിലയൻസ് ഫൗണ്ടേഷൻ 9,500 കോടിയിലധികം രൂപയാണ് സാമൂഹ്യ പ്രതിബദ്ധതാ ഫണ്ടായി ചിലവഴിച്ചത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം ഇത് 2,248 കോടി രൂപയായി ഉയർന്നു. വിദ്യാഭ്യാസം, മികച്ച ആരോഗ്യ പരിരക്ഷ, ഗ്രാമവികസനം, കായിക രംഗത്തെ പ്രോത്സാഹനം, വനിതാ ശാക്തീകരണം എന്നിവയിലാണ് റിലയൻസ് ഫൗണ്ടേഷൻ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇന്ത്യയിലുടനീളമുള്ള 9.7 കോടിയിലധികം സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തെ നേരിട്ട് സഹായിക്കാൻ ഇതിനകം റിലയൻസിന് സാധിച്ചിട്ടുണ്ട്. ദരിദ്രരായ കുട്ടികൾക്ക് അന്താരാഷ്ട്ര നിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുന്ന സ്കൂളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾക്ക് സൗജന്യവും കുറഞ്ഞ നിരക്കിലുമുള്ള ചികിത്സ ലഭ്യമാക്കുന്ന അത്യാധുനിക ആശുപത്രികൾ എന്നിവ റിലയൻസിന്റെ നന്മയുടെ മുഖങ്ങളാണ്. ഇതിനെല്ലാം പുറമെയാണ് ലോകശ്രദ്ധ നേടിയ റിലയൻസിന്റെ മന്ദാര എന്ന മൃഗസംരക്ഷണ പുനരധിവാസ പദ്ധതി. പരിക്കേറ്റതും വേട്ടയാടപ്പെട്ടതുമായ ആയിരക്കണക്കിന് ആനകൾ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളെ അത്യാധുനിക ചികിത്സയും പരിചരണവും നൽകി സംരക്ഷിക്കുന്ന ഈ പദ്ധതി റിലയൻസിന്റെ പ്രകൃതിയോടും ജീവജാലങ്ങളോടുമുള്ള കരുതലിന്റെ വലിയൊരു തെളിവാണ്. രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ ശക്തമാക്കുന്നതിനൊപ്പം വരും തലമുറയ്ക്കായി ഭൂമിയെ സംരക്ഷിക്കുന്ന ഹരിതോർജ്ജ പദ്ധതികളും പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി റിലയൻസ് ഇൻഡസ്ട്രീസ് ഇന്ത്യയുടെ വികസന കുതിപ്പിലെ ഏറ്റവും വിശ്വസ്തരായ പങ്കാളിയായി മാറിക്കഴിഞ്ഞു. ജനം, ഡൽഹി.